ഹലോ ഗൈസ്, എന്തൊക്കെയുണ്ട് വിശേഷം? അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങൾ തംബ്നെയിലിൽ കണ്ടതുപോലെ തന്നെ നമ്മളൊരു ഫസ്റ്റ് ഇംപ്രഷൻ വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത്. വേൾഡ് ക്ലാസിക്സ് എന്ന് പറയുന്ന ആ ഒരു പാക്കിലുള്ള ആ ഒരു 3 പ്ലേയേഴ്സിനെ വെച്ചുള്ള ഒരു ഫസ്റ്റ് ഇംപ്രഷൻ വീഡിയോ ആണ്. ഇത് നമ്മുടെ നിഹാൽ ബ്രോയുടെ അക്കൗണ്ടാണ്. സ്പെഷ്യൽ താങ്ക്സ് നമ്മുടെ നിഹാൽ ബ്രോയ്ക്ക് പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ട്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ആ ബെൽ ബട്ടണൊക്കെ ഒന്ന് അടിച്ചൊന്ന് പൊട്ടിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ നമുക്ക് എന്തായാലും നോക്കിയേക്കാം. ഈ ഒരു 3 പ്ലേയേഴ്സിനെ വെച്ചുള്ളൊരു മാച്ചൊക്കെയാണ് നമ്മളിന്ന് കളിപ്പിച്ച് നോക്കാൻ പോകുന്നത്, ഒരു ഫസ്റ്റ് ഇംപ്രഷൻ എന്ന രീതിയിൽ. അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു സോളയുടെ ഈ ഒരു കാർഡ് ഒന്ന് നോക്കാം. ക്രിയേറ്റീവ് പ്ലേ മേക്കറാണ്. അതുപോലെ 31 വയസ്സുള്ളൊരു കാർഡാണ് വന്നേക്കുന്നത്. റൈറ്റ് ഫൂട്ടറാണ്. കുഴപ്പമില്ല, നൈസൊരു കാർഡാണ്. നമുക്ക് എന്തായാലും കളിപ്പിച്ച് നോക്കാം. ആൾ കുറച്ച് മാച്ചൊക്കെ കളിപ്പിച്ച് നോക്കിയായിരുന്നു. അപ്പം ക്രിയേറ്റീവ് പ്ലേ മേക്കറാണ്. അതുപോലെ തന്നെ ട്രിക്ക് സ്റ്റാറൊക്കെയാണ് വരുന്നത്. ഓവറോൾ റേറ്റിംഗ് 105 ഉണ്ട്. അറ്റാക്കിങ് 90ഉം ബാൾ കൺട്രോളൊക്കെ വരുന്നുണ്ട്, 95ഒക്കെ ഉണ്ട്. ഡ്രിബിളിങ്ങും ടൈറ്റ് പൊസിഷനൊക്കെ ഉണ്ട്. അത്യാവശ്യം നൈസൊരു സ്റ്റാറ്റ്സ് ആണ്. ലോഫ് പാസും ലോഫ്റ്റഡും എല്ലാം കിട്ടുന്നുണ്ട്. ഫിനിഷിങ് 90 കിട്ടുന്നുണ്ട്. സെറ്റ് പീസും കേളും ഉണ്ട് കേട്ടോ. സെറ്റ് പീസ് 99, കേൾ 97 കിട്ടുന്നുണ്ട്. സ്പീഡുണ്ട്, ആക്സിലറേഷൻ ഉണ്ട്, കിക്കിംഗ് പവർ ഉണ്ട്. ഒരു ബ്ലിറ്റ്സ്കാൾ പ്ലെയറിന് എന്തായാലും ഈ ഒരു കിക്കിംഗ് പവറും കേളും ഒക്കെ നല്ല രീതിയിൽ ആവശ്യമാണ്. ബാലൻസ് ഉണ്ട് 98, നല്ല രീതിയിൽ ബാലൻസ് ചെയ്തൊക്കെ കളിക്കാൻ പറ്റും. എല്ലാം ഓവറോൾ നോക്കുകയാണെങ്കിൽ നൈസൊരു കാർഡാണ് കേട്ടോ. ആള് ബൂസ്റ്റർ കൊടുത്തേക്കണത് റാൻഡം ആണ് കൊടുത്തേക്കണത്. എന്തായാലും ഈ ഒരു ബൂസ്റ്ററാണ് കൊടുത്തേക്കണത്. അപ്പോൾ ആളുടെ സ്കില്ലെന്ന് നോക്കുകയാണെങ്കിൽ മെയിൻ സ്കില്ല് വരുന്നത് ബ്ലിറ്റ്സ്കാൾ പ്ലസ് മൊമെൻറ്റം ഡ്രിബ്ലിംഗ് ആണ് വരുന്നത്. എന്തായാലും നൈസൊരു സ്കില്ല് തന്നെയാണിത്. മൊമെൻറ്റം ഡ്രിബ്ലിങ്ങും ബ്ലിറ്റ്സ്കാളും അടിപൊളി തന്നെയാണ്. അപ്പോൾ ഈ ഒരു മുള്ളറിൻ്റെ കാർഡാണ് നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത്. മുള്ളറിൻ്റെ ഈ കാർഡ് ഫോക്സ് ഇൻ ദ ബോക്സ് ആണ്. നമുക്ക് എന്തായാലും കളിപ്പിച്ച് നോക്കാം. ആള് മാസിങ് റണ്ണും സ്പീഡിങ് ബുള്ളറ്റൊക്കെയാണ് കൊടുത്തേക്കണത്. അതുപോലെ തന്നെ ഓവറോൾ റേറ്റിംഗ് 105 കിട്ടുന്നുണ്ട്. അറ്റാക്കിങ് അവയർനെസ് 97 ഉണ്ട്. ബാൽ കൺട്രോൾ ഉണ്ട്, ഡ്രിബ്ലിംഗ് ഉണ്ട്, ടൈറ്റ് പൊസിഷനൊക്കെ 90 എബോവ് ഉണ്ട് കേട്ടോ. ഫിനിഷിങ് 92 വരുന്നത്. ഇത് കൊടുത്തേക്കണത് നമ്മൾ പ്രോഗ്രഷൻ ഒന്നും ചേഞ്ച് വരുത്തിയിട്ടില്ല, അത് തന്നെയാണ്. അപ്പോൾ സ്പീഡുണ്ട്, ആക്സിലറേഷൻ ഉണ്ട്, കിക്കിംഗ് പവർ ഉണ്ട്, എല്ലാം 95 മുകളിലുണ്ട്. ബാലൻസും ഉണ്ട്, സ്റ്റാമിന ഉണ്ട് ഗൈസ്. അപ്പം ഇതും റാൻഡമാണ് ബൂസ്റ്റർ കൊടുത്തേക്കുന്നത്. പിന്നെ ആളുടെ മെയിൻ സ്കില്ലെന്ന് പറയുകയാണെങ്കിൽ ഫിനോമിനൽ ഫിനിഷ് പ്ലസ് വിൽ പവർ ആണ് വരുന്നത്. ഒരു നമ്മൾ കറക്റ്റ് പറയുകയാണെങ്കിൽ നമ്മൾ സ്ലാട്ടൻ ഇബ്രാഹിമോവിച്ചിൻ്റെ ഒക്കെ ആ ഒരു സംഭവം തന്നെയാണ് വരുന്നത്. എന്തായാലും കൊള്ളാം, നമുക്ക് എന്തായാലും കളിപ്പിച്ച് നോക്കാം. അടുത്ത പെലെയുടെ ഈ ഒരു കാർഡാണ് വരുന്നത്. ക്രിയേറ്റീവ് പ്ലേ മേക്കറാണ്. ക്രിയേറ്റീവ് പ്ലേ മേക്കർ ഇച്ചിരി ശോകമാണെന്ന് തോന്നുന്നു, കാരണം അങ്ങനെ ഓടിക്കയറാൻ ചാൻസ് കുറവാണെന്ന് തോന്നുന്നു. നമുക്ക് എന്തായാലും കളിപ്പിച്ച് നോക്കാം. ആളുടെ ഈ ഒരു കാർഡാണ് കേട്ടോ വരുന്നത്. അതുപോലെ ക്രിയേറ്റീവ് പ്ലേ മേക്കർ മാസിങ് റണ്ണൊക്കെയാണ് വരുന്നത്. ആളുടെ ഓവറോൾ റേറ്റിംഗ് നോക്കുകയാണെങ്കിൽ 108 വരണുണ്ട്. അറ്റാക്കിംഗ് അവർനെസ് ഉണ്ട്, ബാൽ കൺട്രോൾ 98ഉം ഡ്രിബ്ലിംഗ് ഒക്കെ ഉണ്ട് 98, ടൈറ്റ് പൊസിഷൻ ഉണ്ട് 98. എന്തായാലും കൊള്ളാം, നല്ല സ്റ്റാറ്റ്സ് ആണ്. ഫിനിഷിങ് കിട്ടുന്നുണ്ട് 93. ഈ ഒരു 3 പ്ലേയേഴ്സിനും ഫിനിഷിങ് 90 എബോവ് കിട്ടുന്നുണ്ട് കേട്ടോ. സ്പീഡുണ്ട് 96, ആക്സിലറേഷൻ ഉണ്ട്, കിക്കിംഗ് പവർ ഉണ്ട് 94ഒക്കെ. എന്തായാലും കൊള്ളാം. പിന്നെ ആൾക്ക് ഫിസിക്കുണ്ട്, 80 ഉണ്ട്, ബാലൻസ് ഉണ്ട് കേട്ടോ, 91 വരുന്നുണ്ട്. അപ്പോൾ ആൾ ബൂസ്റ്റർ നോക്കുകയാണെങ്കിൽ ഷൂട്ടിംഗ് ആണ് കൊടുത്തേക്കണത്. റാൻഡാമെന്ന് തോന്നുന്നു, എന്തായാലും കറക്റ്റ് സാധനം കിട്ടി, ഷൂട്ടിംഗ് കിട്ടിയിട്ടുണ്ട്. ആളുടെ മെയിൻ സ്കില്ലെന്ന് പറഞ്ഞാൽ മൊമെൻറ്റം ഡ്രിബ്ലിങ് പ്ലസ് ഫിനോമിനൽ ഫിനിഷാണ് വരുന്നത്. അപ്പോൾ എന്തായാലും കൊള്ളാം, നമുക്ക് എന്തായാലും മാച്ച് കളിപ്പിച്ച് നോക്കിയേക്കാം, അത്രേ പറയാനുള്ളൂ. നമുക്ക് എന്തായാലും നേരെ വീഡിയോ പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല, നേരെ മാച്ചിലോട്ടങ്ങ് പോയേക്കാം. വന്നിട്ടുണ്ടെന്ന് വേണേൽ പറയാം. ഈ മാച്ച് സ്ക്രിപ്റ്റ് എന്നൊക്കെയാണ് പറഞ്ഞേക്കുന്നത്, എന്തായാലും നിങ്ങൾ വായിച്ചെന്ന് തോന്നുന്നു. അപ്പോൾ അതാണ് ആ ഒരു പ്ലെയർ. അപ്പോൾ ഈ ഒരു പ്ലെയറിൻ്റെ കൂടെയാണ് നമ്മൾ ഫസ്റ്റ് മാച്ച് എന്തായാലും ഇവരെ വെച്ച് കളിപ്പിച്ച് നോക്കാൻ പോകുന്നത്. കുഴപ്പമില്ല, സോളോയൊക്കെ ഫോമാണ്. എന്തായാലും നമുക്ക് അങ്ങോട്ട് മാറ്റിയേക്കാം. മുള്ളറിനെ പിടിച്ച് CFലോട്ട് ഇട്ടേക്കാം കേട്ടോ. CFലോട്ട് ഇട്ടിട്ട് അതുപോലെ തന്നെ നമ്മുടെ ചെറുക്കനെ നമ്മുടെ പെലയെ പിടിച്ചിട്ട് SSലോട്ട് ഇട്ടേക്കാം. മുള്ളർ ഫോക്സ് ഇൻ ദ ബോക്സ് ആയതുകൊണ്ട് എന്തായാലും ബാക്ക് ഇറങ്ങി കളിക്കത്തുള്ളായിരിക്കും. നമുക്ക് എന്തായാലും നോക്കാം. അപ്പോൾ അങ്ങനെ ഫസ്റ്റ് കിക്ക് അവരുടെയാണ് വന്നേക്കണത്. ബാറ്റിസ്റ്റൂട്ട, ഗാഡിയോള, റൈക്കാർഡ് എന്ന് നൈസ് പാസ് ചെയ്ത് കളിക്കുന്നുണ്ട്. എന്തായാലും നമ്മൾ ഫോണൊക്കെ ഇച്ചിരി ലാഗ് ആയതുകൊണ്ട് നമുക്ക് പാസിംഗ് ഒക്കെ ഭയങ്കര സ്ലോ ആയിട്ടാണ് ഗൈസ് പോകുന്നത്. എന്താണെന്ന് അറിഞ്ഞുകൂടാ, നമുക്ക് എന്തായാലും നോക്കാം. സെവച്ചെങ്കോ നേരെ മുള്ളറിന് കിട്ടിയില്ല. റൈക്കാർഡ് പിടിച്ചിട്ടുണ്ട്, ഡേവിസ് പിടിച്ചിട്ടുണ്ട്. മുള്ളറിന്ന് നേരെ പെലേന്ന് സോളോയിലേക്ക്. സോളോ വാടാ മോനെ, കൊന്നിട്ടിട്ടുണ്ട് സോളോനെ. സോളാന്നൊക്കെ ആയിരിക്കും പേര്, ഞാൻ സോളോ എന്നൊക്കെ പറയുന്നുണ്ട്, തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക കേട്ടോ. അപ്പോൾ അങ്ങനെ നമുക്ക് ഫസ്റ്റ് പെനാൽറ്റി കിട്ടിയിട്ടുണ്ടെന്ന് വേണേൽ പറയാം. നമുക്ക് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. കയറുമോ ഇല്ലെന്ന് അറിയത്തില്ല. ഒലിവർ ഖാനൊക്കെയാണ് ഗോളി. അപ്പോൾ അങ്ങനെ നമ്മൾ ഫസ്റ്റ് ഗോൾ അടിച്ചിട്ടുണ്ട് കേട്ടോ. റൈക്കാർഡൊക്കെ ഉണ്ടെങ്കിൽ ഭയങ്കര സീനാണ്. നിങ്ങളുടെ കയ്യിൽ റൈക്കാർഡൊക്കെ ഉണ്ടെന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. ഗാഡിയോള
ഗാഡിയോള റൈക്കാർഡിന് ബാറ്റിസ്റ്റൂട്ട നൈസ് ടേൺ ഇട്ട് പോകുന്നുണ്ട്. കൊസ്റ്റക്കട്ട ടാക്കിൾ ഫൈനലി നമ്മളൊരു ടാക്കിൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. എന്തോ പറയാനാണ്, നമുക്ക് ആ ഒരു ഓപ്ഷനേ ഉള്ളൂ. നമ്മൾ ജസ്റ്റ് ഒന്ന് ടാക്കിൾ ചെയ്ത് നോക്കിയതാണ്, ഫ്രണ്ടിൽ നിന്നുകൊണ്ടാണ് ടാക്കിൾ ചെയ്തത്. പക്ഷേ ടാക്കിൾ വീണപ്പിച്ച് ലാഗായി പോയി. നേരെ ഫ്രീ കിക്കാണെന്ന് തോന്നുന്നു. അതെ ഗൈസ്, ഫ്രീ കിക്കാണ്, പവർ ഫ്രീ കിക്കാണ്. ഗാഡിയോളയാണ് ഗൈസ് ഫ്രീ കിക്ക് എടുക്കുന്നത്. എന്തോന്ന് അറിയത്തില്ല, എന്തായാലും നമുക്ക് നോക്കാം. ഗാഡിയോളയുടെ ഫ്രീ കിക്ക് ഗോൾ കയറുമോ അതോ നമ്മുടെ ഗോളി തട്ടി കളയുമോ, എന്തായാലും നമുക്ക് കണ്ടറിയാം. ഇപ്പോൾ ഗോളി ശകലം നീക്കാം. അളിയ കറക്റ്റ് നമ്മൾ ഗോളി നീക്കി എന്തായാലും കാര്യം എന്ന് വേണമെങ്കിൽ പറയാം. കറക്റ്റ് ഗോളി നീക്കി പുള്ളിക്കാരൻ അങ്ങോട്ട് അടിക്കുകയും എന്തായാലും നൈസ് ഒരു ഫ്രീ കിക്ക് ആയിരുന്നു ആളെ എടുത്തത്. എന്തായാലും കൊള്ളാം. അങ്ങനെ ഒരു കോർണറായിട്ടുണ്ട്, നമുക്ക് എന്തായാലും നോക്കിയേക്കാം. അവരുടെ കോർണറാണ്. ഗാഡിയോള കോർണർ വരുന്നുണ്ട്, വളഞ്ഞു വരുന്നുണ്ട്. അളിയോ നൈസ് സാധനം, റൈക്കാണ്ട് നൈസ് ഒരു ഹെഡ്. ആ ഒരു കോർണർ കറക്റ്റ് വളഞ്ഞ് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ അവരൊരു ഗോൾ അടിച്ചിട്ടുണ്ട്. 1-1 സോള മുള്ളറിൽ നിന്ന് നേരെ പെലെയുടെ ടേൺ പെലെ ഡബിൾ ടച്ച് കേളടിക്കാൻ നോക്കി, പക്ഷെ കിട്ടിയില്ല കേട്ടോ. നേരെ മുള്ളർ ടു പെലെ അളിയോ പെലെ നയസായിട്ട് ഓടിക്കയറുന്നു കേട്ടോ. കൊള്ളാം എന്തായാലും. പക്ഷേ ആ ഒരു ഫൗൾ ചെയ്തിട്ടുണ്ട് നമ്മുടെ പെലേനെ, അത്ര പറയാനുള്ളൂ. എന്തായാലും നമുക്ക് നോക്കിയേക്കാം. നേരെ എൻ്റെ അളിയ സെനറ്റി നേരെ പെലെയുടെ ഒരു ടേണ്, ഒരു ഡബിൾ ടച്ച്, ബും അളിയ. അപ്പോൾ നൈസ് ഒരു ഗോൾ എന്തായാലും കയറിയിട്ടുണ്ട് കേട്ടോ. ഇതാണ് ഗൈസ് നമ്മുടെ പെലേൻ്റെ സെലിബ്രേഷൻ. നമ്മൾ ചുമ്മാ നിട്ട് നോക്കിയാണ്, അല്ല ഓപ്പോണൻറ്റ് കളിക്കുന്ന പ്രോ കളിയാക്കിയിട്ടല്ല. നമ്മൾ ഈ ഒരു വീഡിയോയിൽ ആ ഒരു സെലിബ്രേഷൻ എങ്ങനെയാണെന്ന് കാണിക്കാൻ വേണ്ടി മാത്രം ഇട്ടാണ്. അപ്പോൾ അങ്ങനെ 2-1 സ്കോർ. ഡേവിസിന് നേരെ സോള നേരെ മുള്ളറിൽ നിന്ന് നേരെ പെലെ നൈസ് ടേണ്, പെലേനെ ടാക്കിൾ ചെയ്തു. റൈക്കാർഡ് പിടിച്ചിട്ടുണ്ട്. റൈക്കാർഡ് ടു ബാറ്റിസ്റ്റൂട്ട നേരെ നെയ്മർ പിടിച്ചിട്ടുണ്ട്. നെയ്മർ റൈക്കാർഡിനെ വെച്ച് തള്ളിയിട്ടേക്കാം, അത്രേ ഉള്ളൂ. എടാ മോനെ, എൻ്റെ ദൈവമേ, നമ്മൾ പലപ്പോഴും കാണിക്കുന്ന ഒരു മണ്ടത്തരമാണ് കേട്ടോ. ക്ലിയർ ചെയ്യാതെ നമ്മൾ അവിടെ വെച്ച് ഞാൻ ലോങ് അടിച്ച് പാസ് കൊടുക്കാൻ വേണ്ടി ശ്രമിച്ചതാണ്, പക്ഷെ അത് നടന്നില്ല. റൈക്കാർഡ് ഗൈസ് കിട്ടുന്നില്ല ഗൈസ്. സോള കിട്ടിയില്ല. ജസ്റ്റ് മിസ് ഗൈസ്. അത് സോളയുടെ കിട്ടിയിട്ടുണ്ട്. സോള ഡബിൾ ടച്ച് പ്ലസ് കേൾ, അത്രേ ഉള്ളൂ. കറക്റ്റ് വീണ് കിട്ടിയൊരു അവസരം എന്ന് വേണമെങ്കിൽ പറയാം. ഇതാണ് ഗൈസ് സോളയുടെ ആ ഒരു സെലിബ്രേഷൻ. നമ്മൾ ജസ്റ്റ് ഒന്ന് ഇട്ട് നോക്കിയാണ് എങ്ങനെ ഉണ്ടെന്ന് അറിയാൻ. അങ്ങനെ ഗൈസ് അപ്പം 2-2 അപ്പോൾ കറങ്ങുന്നുണ്ട്, എന്താണെന്ന് അറിയൂല. അപ്പോൾ ഫസ്റ്റ് പ്ലെയർ അങ്ങനെ ബാക്ക് അടിച്ച് പോയെന്ന് തോന്നുന്നു, കാരണം കറങ്ങിയിരിക്കുന്നു. അതെ ഗൈസ്, ബാക്ക് അടിച്ചു. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്തൊരു മാച്ച് കളിപ്പിച്ച് നോക്കാം. അടുത്തൊരു മാച്ചിലേക്ക് എന്തായാലും പോകാം. അപ്പോൾ അടുത്തൊരു മാച്ചിലേക്ക് നമ്മൾ എന്തായാലും വന്നിട്ടുണ്ട്. എംബാപ്പയാണ് കിക്ക്, നേരെ ബാക്കിലോട്ട് കൊക്ക്, സെർജീനോ, മെസ്സി പിടിച്ചിട്ടുണ്ട്. മെസ്സി അത്രേ ഉള്ളൂ. പാർജിസങ് പെലെ പിടിച്ചിട്ടുണ്ട്. പെലെ നേരെ മെസ്സി നൈസായിട്ട് റൺ ചെയ്യുന്നുണ്ട്. മെസ്സിയിൽ നിന്ന് നേരെ കിട്ടിയില്ല പാസ്. ത്രൂ പാസ് കൊടുക്കാൻ പറ്റിയില്ല. ഡിബ്രൂയിന നേരെ നൈസ് പാസ് ഇട്ട് പോകുന്നുണ്ട് നമ്മുടെ ഒപ്പണ്ട് ബ്രോ. കണ്ണവാരോ റൈക്കാർഡ് സീനായി. എംബാപ്പെ എൻ്റെ അളിയ പീറ്റർ സ്കീമേക്കുള്ള സീനാണ് കേട്ടോ, ഒന്നും പറയാനില്ല. സോളോ നേരെ പെലെ നേരെ മുള്ളർ പോകുന്നുണ്ട്. സ്റ്റണ്ണിങ് വെച്ച് നോക്കാം. മുള്ളർ ഒളിയോ വല കുലുങ്ങി എന്ന് വേണമെങ്കിൽ പറയാം. ഒരു കിടിലൻ ഒരു ഷൂട്ടായിരുന്നു നമ്മുടെ മുള്ളർ അടിച്ചത്, ഒന്നും പറയാനില്ല. സീൻ സാധനം. ഡേവിസി നേരെ പെലെ ടു മെസ്സി ടു പോകുന്നില്ലല്ലോ പാസ്. സെർജീനോ ആള് നൈസായിട്ട് പാസ് ചെയ്ത് കളിക്കുന്നുണ്ട് കേട്ടോ. അവിടെ അളിയോ നൈസൊരു അവസരം. എംബാപ്പെ മുത്തേ മെസ്സി, അത്രേ ഉള്ളൂ. പോകുന്നില്ലല്ലോ ഈ പന്ത്. ഡിബ്രൂയിൻ പിന്നെയും പോസ്റ്റിൽ അപകടം. പാർജിസങ് നേരെ യമാല് അളിയോ ജസ്റ്റ് മിസ് എന്ന് വേണമെങ്കിൽ പറയാം. നൈസ് ഡിബ്രൂസ് ടു കോസ്റ്റക്കുട്ടൻ നേരെ മെസ്സി നേരെ മുള്ളർ ഓടുന്നുണ്ട്. മുള്ളർ നൈസായിട്ട് പെലെ ഡബിൾ ടച്ച് കേൾ, അത്രേ ഉള്ളൂ. നമ്മൾ വിചാരിച്ചാൽ കയറത്തില്ലായിരിക്കും, പക്ഷെ കറക്റ്റായിട്ട് കയറിയിട്ടുണ്ട്. ഏതാ ഒരു പെലെയുടെ ആ ഒരു ഡബിൾ ടച്ച് പ്ലസ് കേള് കൊള്ളായിരുന്നു. എന്തായാലും മുള്ളർ ടു മെസ്സി നൈസ്. പെലെ ഓടുന്നുണ്ട്. പെലേന്ന് മുള്ളർ ഒരു ഷോട്ട് വെച്ച് നോക്കാം. ഓളി ഒരു വെടിയുണ്ടായിരുന്നു, പക്ഷേ ഓഫ് സൈഡ് ആയിപ്പോയി. അല്ലായിരുന്നുണ്ടല്ലോ പോസ്റ്റ് തുളഞ്ഞേനെ. അമ്മാതിരി ഒരു സാധനമാണ് നമ്മൾ പെടച്ചു വിട്ടത്. സോളയെ കൊണ്ട് നൈസായിട്ട് റൺ ചെയ്ത് സോളയെ നേരെ
മുള്ളർക്ക് കിട്ടുന്നില്ല കേട്ടോ. നൈസ് നൈസ് ഒരു അവസരം. പെലെ 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 ഒരു ഡബിൾ. ഓ അതും ഓഫ് സൈഡായോ. യെസ് മുള്ളറിൽ നേരെ മെസ്സിയിലേക്ക് കിട്ടിയിട്ടുണ്ട്. മെസ്സി 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 ഒരു ടേൺ ചെയ്ത് നോക്കാം. ചുമ്മാ ഒരു കേൾ അടിച്ച് നോക്കാം. മെസ്സി ഒരു ബ്ലിറ്റ്സ് കേൾ. ഓ ശരിയായില്ല കേട്ടോ, ആ കേളൊന്നും ശരിയായില്ല. ഓടാ മുത്ത് എന്നാടാ അവിടെ നടക്കുന്നത്. അതിൽ കൊള്ളാം. റൈക്കാർഡ് നേരെ മുള്ളറിൽ നിന്ന് നേരെ ഓ കിട്ടുന്നില്ല. ആ പാസ്സൊന്നും കറക്റ്റ് ബാലൻസ് അല്ലാതെയാണ് പാസ് കൊടുത്തത്. നേരെ യമാൽ ഓടുന്നുണ്ട് വയസ്സ്. യമാലിൻ്റെ കറക്റ്റ് പാസ് എംബാപ്പയിലേക്ക്. നൈസ് ഗോളൊന്നും പറയാനില്ല. നൈസ് ഒരു പാസും നൈസ് ഒരു ഗോളുമായിരുന്നു. ഒപ്പം ഒരു ഗോൾ അടിച്ചിട്ടുണ്ട്. ഡേവിസ് പിടിച്ചിട്ടുണ്ട്. ഡേവിസ് ടു മുള്ളറിൽ നേരെ സെനറ്റി ഓടുന്നുണ്ട്. സെനറ്റി നേരെ മുള്ളർ ഒരു ഷോട്ട് വെച്ച് നോക്കാം. അയ്യോ പെലെ അതും കയറിയില്ല. മുള്ളർ ഫോക്സ് ഇൻ ദ ബോക്സ് ആയാലും കുഴപ്പമില്ല, ഇടയ്ക്കൊക്കെ കയറുന്നുണ്ട്. ഇടയ്ക്കൊക്കെ പുള്ളിക്കാരൻ്റെ നടുക്ക് പോയി നിൽക്കുന്ന കാണാം. എന്തായാലും കൊള്ളാം. പെലെ കിട്ടുന്നില്ല. എംബാപ്പെ ടു മെസ്സി. നൈസ്. എംബാപ്പയിലൊക്കെ ഒരു പാസ്. എംബാപ്പെ ഓ കിട്ടില്ല. ഏതാ ഒരു ഡിഫെൻഡിങ്. നൈസ്. സോള ഓട് കിട്ടിയില്ല. ഡിബ്രൂയിൻസ് മെസ്സി പിടിച്ചിട്ടുണ്ട്. അത്ര ഡേവിസിൻ സോള. മുള്ളർ ഓടി കാണിക്കുന്നുണ്ട്. മുള്ളർ കയറുന്നില്ല. ഓടി കയറുന്നില്ല. നല്ല ടൈറ്റ് മാർക്കിംഗ് ആണ്. മെസ്സി. ഓ ഗൈസ് അങ്ങനെ മാച്ച് തീർന്നിട്ടുണ്ടെന്ന് വേണേൽ പറയാം. 2-1 സ്കോർ. നമുക്ക് എന്തായാലും അടുത്തൊരു മാച്ച് എന്തായാലും കളിപ്പിച്ച് നോക്കാം. അപ്പോൾ അടുത്തൊരു മാച്ചിൽ വന്നിട്ടുണ്ട്. നമ്മൾ സോളോനെ വെച്ചൊരു ബ്ലിറ്റ്സ് കാൾ പ്ലെയറായിട്ട് ഒരു ബ്ലിറ്റ്സ് പോലും അടിക്കാൻ പറ്റിയിട്ടില്ല. നമുക്ക് എന്തായാലും ഒരു ബ്ലിറ്റ്സ് അടിക്കാൻ എന്തായാലും ശ്രമിച്ച് നോക്കാം. കുഴപ്പമില്ല. ഫസ്റ്റ് തന്നെ ഔട്ടായിട്ടുണ്ട്. എംബാപ്പേന്ന് കാർലോസിന് നേരെ റൈസ് നേരെ മുസിയാല. അത്രേ ഉള്ളൂ. കോസ്റ്റാക്കോട്ട പിടിച്ചിട്ടുണ്ട്. ഡേവിസിന് നേരെ മുള്ളറിന് നേരെ പെലെ ടു സുവാരസിന് നേരെ മുള്ളറിന് നേരെ സോളോ ഒരു ഡബിൾ ടച്ച് പ്ലസ് കേള്. അളിയോ എന്നെ ഒരു ഐറ്റം അവിടെ കയറിയത്. കിടിയിലെ ഒരു ബ്ലിറ്റ്സ് എന്ന് വേണേൽ പറയാം. സോളയുടെ ഗോളി പോലും പകച്ചു നിന്ന് പോയി. അമ്മാതിരി സാധനം. ഞാൻ വിചാരിച്ചില്ല കേട്ടോ ഒരിക്കലും അത് കയറുമെന്ന്. കറക്റ്റ് ആ ഒരു സെൻറ്ററിൽ നിന്ന് തന്നെ ഒരു ഡബിൾ ടച്ച് പ്ലസ് കേള്. എന്തായാലും നമുക്ക് സോളിനെ വെച്ച് ഗോൾ അടിക്കാൻ പറ്റിയില്ല എന്നൊരു വിഷമം ഉണ്ടായിരുന്നു. ഫൈനലി അത് നടന്നിട്ടുണ്ട്. മക്കളെ സോള നേരെ സെനറ്റി പിടിച്ചിട്ടുണ്ട്. സെനറ്റി നേരെ സോള. ഓ കിട്ടിയില്ല കേട്ടോ. ഒരു കേൾ അടിക്കാൻ നോക്കിയാണ്, നടന്നില്ല. ഓ മക്കലേലെ ഓടിയില്ല. മക്കലേലെ അത്രേ ഉള്ളൂ. മക്കലേലെ പിടിച്ചിട്ടുണ്ട്. മുള്ളർ ടു സോള ടു മുള്ളർ ടു സുവാരസ്. മുള്ളർ സ്റ്റണിങ് വെച്ച് നോക്കാം. മുള്ളർ ഗോളിയുടെ നെഞ്ച് കലങ്ങി എന്ന് വേണമെങ്കിൽ പറയാം. അമ്മാതിരി ഒരു സാധനം. എന്തായാലും കൊള്ളാം. നമ്മളിപ്പോൾ സ്റ്റണ്ണിങ് ആണ് അടിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ പൊതുവെ അങ്ങനെ സ്റ്റണ്ണിങ് അടിക്കാത്തതാണ്. പിന്നെ ഇപ്പോൾ സ്റ്റണ്ണിങ് ഒക്കെ വെച്ച് നോക്കുവാണ്. എന്തായാലും നോക്കാം. മക്കലേന്ന് പോകുന്നില്ല. റൈസ് അറിയാതെ കൈതട്ടി ഒരു ടാക്കിളും വീണ് പോയി. എന്താ അത്. റെഡ് കാർഡും കിട്ടിയിട്ടുണ്ട്. ഫൈനലി നമുക്ക് റെഡ് കാർഡും കിട്ടിയിട്ടുണ്ട്. എന്തായാലും കൊള്ളാം. കളിയുടെ അവസാനം എന്തായാലും ഒരു റെഡ് കാർഡിൽ നിന്ന് മേടിച്ചുകൊണ്ട് പോകേണ്ട അവസ്ഥയായല്ലോ. എന്തായാലും കളിയുടെ ആദ്യം തന്നെ നമ്മുടെ മക്കലേലേക്ക് റെഡ് കാർഡ് കിട്ടിയിട്ടുണ്ട്. നേരെ മുസിയാല ഡേവിസിന് നേരെ മുള്ളർ സോള ഓടുന്നുണ്ട്. സോള നൈസായിട്ട് റൺ ചെയ്യുന്നുണ്ട്. അത് കിട്ടിയില്ല കേട്ടോ. കിട്ടിയിരുന്ന അവിടെ നൈസായിട്ടൊരു സാധനം പിടയ്ക്കായിരുന്നു. മെസ്സി ടേൺ. മെസ്സിയുടെ സ്കില്ല് വിടുവോ. ഫെർട്ടിലാൻഡ് അവിടെ നിൽക്കുന്നത്. ഫെർട്ടിലാൻഡിൽ നേരെ സോള നൈസ്. ടേൺ അടിച്ച് നോക്കാം. വിടുന്നില്ല. ഒന്ന് ടേൺ ചെയ്ത് നോക്കാം. വിടുന്നില്ല. ഒരു ഡബിൾ ടച്ച്. ഡബിൾ ടച്ചിന് വേറെ ടച്ചൊക്കെയാണ് പോകുന്നത്. ഇവിടെ മുത്ത് പെലെ അതും കയറിയില്ല. സോള പെലക്ക് കിട്ടിയിട്ടുണ്ട്. അതും കിട്ടിയില്ല. എൻ്റെ കളി എന്നെ അവസ്ഥയാണിത്. ഡേവിസ് ടു പെലെ പന്ത് പോയില്ല. റൈസ് പിടിച്ചിട്ടുണ്ട്. മെസ്സി നേരെ ഗുട്ടി. നൈസ് പാസ്. ഫ്രീ ചാൻസ്. ഏറ്റവും നൈസ് ഒരു സ്കില്ലിട്ടിട്ട് ഒരു സ്റ്റണ്ണിങ് സാധനം. ഏതാ ഗോള്. കുത്തി കയറിയ ആ ഗോള്. എന്നെ ഒരു ഗോളായിരുന്നു ഏറ്റവും അടിച്ചത്. മുസിയാല നൈസ്. ഗുട്ടി പിടിച്ചിട്ടുണ്ട്. ഏതാടാ അത്. എല്ലാവരും ഇവിടെ വളഞ്ഞ് നൈസ്. മുള്ളർ വിടുന്നില്ല. റൈസ് സീനാണ് കേട്ടോ. സോള നേരെ പെലെ നൈസ്. മുള്ളർ നേരെ സോളയ്ക്ക് വെക്കാം. ഇവിടുന്ന് ഒരു ബ്ലിറ്റ്സ് അടിച്ച് നോക്കാം. ഏതാ സാധനം. വളഞ്ഞ ഒരു പോസ്റ്റിനകത്തോടെ തന്നെ കറക്റ്റ് പോസ്റ്റിൻ്റെ ആ ഒരു മണ്ടയ്ക്ക് കമ്പിയിലായി പോയിടിച്ച്. അതൊക്കെ ഗോള് കയറണമായിരുന്നു. ഒരു സീൻ സാധനമായിരുന്നു. ആ ഒരു വളഞ്ഞു വരുന്ന വരവ് കാണാൻ തന്നെ ഒരു പ്രത്യേക രസം ഉണ്ടായിരുന്നു. മെസ്സി സീനാണ്. നൈസ് സ്കില്ല്. നൈസ്.
അവിടെ മുത്ത് സീനായി മുസിയാല. ഓ അളി ആ സ്റ്റണ്ണിങ് അടിക്കാൻ തോന്നിയാണ് കാര്യമായത്. അല്ലായിരുന്നു മറ്റേ ഷോട്ടായിരുന്നെങ്കിൽ ഗോളായിരുന്നേനെന്ന് പറയാം. ഫെറൻ നൈസ് എട്ടോയിലേക്ക്. ഓ ആർക്കും കിട്ടിയില്ല, നേരെ പോയിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ വീഡിയോ. അപ്പോൾ ഈ ഒരു 3 പ്ലേയേഴ്സിനെ വെച്ചൊരു ഗെയിം പ്ലേ ഒക്കെയാണ് നമ്മൾ ഉദ്ദേശിച്ചത്. ഞാനൊരു വലിയ പ്രോ പ്ലെയറൊന്നുമല്ല, ഞാൻ കളിച്ചിട്ട് ഏതൊരു രീതിയിലാണ് ഞാൻ കളിപ്പിച്ചതെന്നുള്ള ഇതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ കാണിച്ചത്. ഓരോരുത്തർക്കും ഓരോ ശൈലിയിലാണ് കളിക്കുന്നത്. നല്ലതായിട്ട് കളിക്കാൻ അറിയുന്നവർ ഈ ഒരു കാർഡ് വെച്ച് നന്നായിട്ട് കളിക്കുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ ഈ ഒരു വീഡിയോ ഫുള്ളായിട്ട് വാച്ച് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ബിഗ് താങ്ക് യു. അപ്പം നമ്മളൊരു പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ ഗൈസ്.